ഹായ് 2022 പാർക്കർ ഫിന്നിൻ്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അമേരിക്കൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു സ്മൈൽ എന്നുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം പതിപ്പ് അല്ലെങ്കിൽ രണ്ടാം ഭാഗം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് സ്മൈൽ 2 എന്നുള്ളതാണ്. ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ മൂവി മിറർ എന്ന് പറയുന്ന പരിഭാഷ ഗ്രൂപ്പിൽ ഈ ഒരു രണ്ടാം ഭാഗത്തിൻ്റെ പരിഭാഷയും നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഭാഗത്തിൻ്റെ പരിഭാഷ എംസോണിലും അവൈലബിൾ ആട്ടോ. എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിൻ്റെ പരിഭാഷ നമ്പർ എന്നുള്ളത് 502 എന്നുള്ളതാണ്. അതുപോലെ ജസീം ജാസി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ജസീം ജാസിയും അനൂപ് PCയും എന്ന് പറയുന്ന രണ്ടാളുകൾ ചേർന്നിട്ടാണ് ചിത്രത്തിൻ്റെ പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പാർട്ട് എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് തന്നെയാണ് രണ്ടാം പാർട്ടും ആരംഭിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ആദ്യ പാർട്ട് കണ്ടവർക്ക് അറിയാലോ, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ആ ഒരു ജോയൽ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ആ ഒരു സ്പിരിറ്റ് പ്രവേശിക്കുകയാണ്. ശേഷം അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ഇനി അടുത്ത ആളിലേക്ക് ആ ഒരു സ്പിരിറ്റ് കൈമാറണം, അങ്ങനെയൊക്കെ സംഭവിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു രണ്ടാം പാർട്ടിൽ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഏകദേശം കഥയെ അറിയാം. ആദ്യ പാർട്ട് കണ്ടവർക്കാണെങ്കിൽ ഇനി സെക്കൻഡ് പാർട്ടിൽ ഇതൊക്കെ ആയിരിക്കാം എന്നൊക്കെ അറിയാം. എന്നാലും കുറച്ചുകൂടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഥയ്ക്കുള്ളിൽ. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യ പാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ആദ്യ പാർട്ട് അത്യാവശ്യം ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് എല്ലാ പ്രേക്ഷകർക്കും നൽകിയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ സിനിമ തന്നെയാണ്. ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും രണ്ടാം പാർട്ട് അതിനോടൊത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർക്കർ ഫിന്നിന് ആ ഒരു ആദ്യ പാർട്ടിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ രണ്ടാം പാർട്ടും അണിയിച്ചൊരുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയേണ്ടത് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നവോമി സ്കോട്ട് എന്ന് പറയുന്ന ആക്ട്രസ്സാണ് ലീഡിങ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാർട്ടിലെ ഹീറോയിനും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ചിത്രത്തിലെ അഭിനേത്രിയുടെ പ്രകടനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അന്യായ പ്രകടനമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കഥാപാത്രവും അല്ലെങ്കിൽ ആ ഒരു കഥാപരിസരവും ഒക്കെ കാണുമ്പോഴത്തേക്കും ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമയുടെ കഥാപരിസരമൊക്കെ ആയിട്ട് ഇച്ചിരി ഒരു സാമ്യം തോന്നിയേക്കാം. ഇതിനുള്ളിലും അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി ലൈഫ്, അവരുടെ ഇടയിലേക്ക് എത്തുന്ന കുറച്ച് ഹൊറർ എലമെൻറ്റ്സ്, പിന്നെ ആ ഒരു സെലിബ്രിറ്റി അനുഭവിക്കുന്ന സ്ട്രഗിൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡീസൻ്റ് ആയിട്ട് ഈ ഒരു ആക്ട്രസും ആ ഒരു കഥാപാത്രത്തെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു അഭിനേത്രിയിലൂടെ, ഈ ഒരു സിനിമയിലൂടെ കിട്ടുന്നതായിരിക്കും. കൂടാതെ കഥയും തിരക്കഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കഥ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഒരു ചിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സ്മൈൽ എന്ന് പറയുന്ന സിനിമ ഒരു കേവലം ഒരു ഹൊറർ സിനിമയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു സ്പൂക്കി ടൈപ്പ് അല്ലെങ്കിൽ ജംസ്കെയർസ് ഒക്കെ വെച്ച് മാത്രം അവതരിപ്പിക്കുന്ന നണ്ണോ അല്ലെങ്കിൽ കോഞ്ചറിങ്ങോ പോലത്തെ ഒരു സിനിമയല്ല. മറിച്ച് ഇതിനുള്ളിൽ കുറച്ച് എന്താണ് സസ്പെൻസ്ഫുൾ ആയിട്ടൊക്കെ ആയിരിക്കും കഥ പറയുക. ഇതിനുള്ളിലാണ് ഹൊറർ ആംബിയൻസ് ഉള്ളത്. ആ ഒരു ജോണർ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് അവതരണം തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. സോ നമുക്ക് അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടേൺസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സർപ്രൈസുകളൊക്കെ വെച്ചിട്ട് ഇതിനുള്ളിൽ നല്ല ഹൊറർ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥയും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ വർക്ക് എന്നുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. ആദ്യമേ പറയേണ്ടത് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി പ്ലസ് എഡിറ്റിംഗ് എന്നുള്ളൊരു കാര്യമാണ്. ഗംഭീരം കേട്ടോ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുപോലും ക്യാമറ കാഴ്ചകൾ എന്നുള്ളത് നിങ്ങളെ പലയിടങ്ങളിലും വണ്ടടിപ്പിക്കുക. അത്തരത്തിലുള്ള കുറേ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ സിനിമാറ്റോഗ്രഫിയിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ എഡിറ്റിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ CG ആട്ടെ, എഫക്ട്സ് വർക്കുകളാട്ടെ, അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. സോ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാണുമ്പോൾ ഹൈ ക്വാളിറ്റി പ്രിൻറ്റും അതുപോലെ തന്നെ ഹെഡ്സെറ്റോ ഹോം തിയേറ്ററൊക്കെ ഉള്ള ഒരു മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ്. കൂടാതെ ഇതിൻ്റെ അത് മ്യൂസിക് വർക്ക്, BGMs കാര്യങ്ങളൊക്കെ ഗംഭീരമാട്ടോ. ഓക്കെ, അങ്ങനെ ടെക്നിക്കലിയും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് സ്മൈൽ 2 എന്നുള്ളത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ആദ്യ പാർട്ടിനെ വെച്ച് നോക്കിയിട്ട് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണ് അതിലും വലിയ മാരകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ആദ്യ പാർട്ട് പോലെ തന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സ്മൈൽ 2 എന്ന് പറയാൻ സാധിക്കും. ഇത് പറയാനുള്ളൊരു കാരണം ആദ്യ പാർട്ടിനേക്കാളും ഒരുപാട് മികച്ചതാണ്, അതിലും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള ഒരു ഖ്യാതി ഒരു സിനിമ റിലീസ് ചെയ്ത ടൈമിൽ തൊട്ട് കേൾക്കുന്നതാണ്. എനിക്ക് അത്രയും ഇങ്ങനെ എക്സ്പെക്ടേഷൻ ചെയ്ത് പോയോണ്ടാണെന്ന് എനിക്കറിയില്ല. അത്രയും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അതിലും എടുത്തു പറയേണ്ടത് ആദ്യ പാർട്ട് എന്നുള്ളത് സ്റ്റാർട്ട് ടു എൻഡ് ഒരേ ഫ്ലോയ്ക്ക് എൻ്റർടൈൻ ചെയ്തിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ രണ്ടാം പാർട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും തുടക്കം എന്നൊക്കെയുള്ളത് അല്ലെങ്കിൽ ആദ്യ പകുതി എന്നുള്ളത് കുറച്ച് മുഷിപ്പൊക്കെ ആയിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ആദ്യ പാർട്ട് കണ്ട് നമുക്കറിയാം ഏകദേശം ഇതിൻ്റെ സ്വഭാവം ഇതാണ് എന്നൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സോ വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പിന്നീട് അങ്ങോട്ട് ആ ഒരു ജംസ്കെയർസും പിന്നെ ചെറിയ സർപ്രൈസ് എലമെൻസും ഒക്കെ തന്നെ കൊണ്ടുവെക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. എസ്പെഷ്യലി ക്ലൈമാക്സ് കിഡ് വരുന്നു കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവെക്കുമെന്ന്. അതിലും നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ചിന്തിച്ചു പോകും, ഇനി
തേർഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഇവരിനി ഈ കഥ എങ്ങനെ കൈകാര്യം ചെയ്യും, അങ്ങനെയുള്ള ഒരു മൈൻഡ് ബ്ലോയിങ് സംഭവമാണ് എൻഡിങ്ങിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാൻ സാധിക്കുന്ന, തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമ തന്നെയാണിത്. പിന്നെ പേടിപ്പെടുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളെ പേടിപ്പെടുത്തും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു നൈറ്റൊക്കെ ഒരു ഹെഡ്സെറ്റൊക്കെ ഇങ്ങനെ പ്ലഗ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കാണുവാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഞെടുങ്ങാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ എന്തായാലും സിനിമയ്ക്കുള്ളിലുണ്ടാവും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7/10 ആണ് നൽകുന്നത്, 10/7. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാൻ ഉദ്ദേശിക്കേണ്ട. മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഇതൊരു ബോഡി ഹൊറർ ഫിലിമാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ വയലൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ 18+ കണ്ടന്റ് കുറച്ച് രീതിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മെച്യൂർ ആയിട്ടുള്ളവർ, അതായത് കുട്ടികളൊക്കെ അങ്ങ് ഒഴിവാക്കുക, കുട്ടികൾക്കൊന്നും പറ്റിയ സിനിമയല്ല, ഇച്ചിരി മെച്യൂർ ആയിട്ടുള്ളവരിന്ന് കാണാനും കൂടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷിച്ചിട്ട് ഉടനെ കാണാം. ബൈ.